അച്ഛനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണോ? അതെ. എന്താണ് ഉണ്ടായെന്ന് നമുക്കറിയില്ലല്ലോ. ഒരു കേസുണ്ടാക്കി ആ പാവത്തിന്റെ ശാപം അച്ഛന്റെ തലയിൽ വന്ന് വീഴണ്ട. ശാപോ? അങ്ങനൊക്കെ നോക്കിയ ഒരു പോലീസ് ഓഫീസർക്ക് ഡ്യൂട്ടി ചെയ്യാനൊക്കില്ലല്ലോ. തോന്നിയാസല്ലേ അവൻ കാണിച്ചത്? അത് എന്റെ കൺമുമ്പ് വെച്ച് നിയമം കയ്യിലെടുക്കാന്നൊക്കെ പറഞ്ഞ ടീച്ചർ പറഞ്ഞ അച്ഛൻ ശ്രദ്ധിച്ചില്ലേ? അവന് പറയാനുള്ളത് കേൾക്കാനും ഞാൻ തയ്യാറാ. അതിനിവിടെ വലിയ അത്യാഹിതമൊന്നും സംഭവിച്ചില്ലല്ലോ. അച്ഛൻ ഒരു കോംപ്രമൈസിന് ശ്രമിച്ചാ മതി. എന്തു പറ്റി? ഇത്രയും ആൾക്കാരെ മുമ്പ് വെച്ച് അയാളെ പിടിച്ചോണ്ട് പോയാ ചിലപ്പോ അയാൾക്ക് ഭയങ്കര വിഷമായിരിക്കും. വിഷമിക്കട്ടെ. എന്തോ അച്ഛനത് ചെയ്യണ്ട. ചായ. എല്ലാരും പിരിഞ്ഞു പോണം. വരൂ. നിങ്ങൾ രണ്ടരോടെ നിൽക്കണം. കേട്ടോ, സാറോട് അറസ്റ്റ് ചെയ്യുന്നില്ലേ? ഇനിയും പ്രശ്നം ഉണ്ടാകരുത്. തൽക്കാലം 2 പോലീസ് അവിടെ നിർത്തുന്നുണ്ട്. അതുകൊണ്ടായില്ലല്ലോ, അവൻ ഞങ്ങൾ തല്ലുന്നത് സാറ് കണ്ടതല്ലേ. വെറുതെ ആരും തല്ലില്ലല്ലോ. ഞാനൊന്ന് അന്വേഷിക്കട്ടെ. എനിക്കതല്ല മനസ്സിലാകാത്തത്. ആ തെമ്മാടിയായി ഇൻസ്പെക്ടർ ഇരിക്കുന്ന കണ്ടപ്പോഴേ ആ ടീച്ചറിന്റെ മനസ്സിലായി പോയതിന്റെ പൊരുളെന്താ? അപ്പൊ നിങ്ങളാരും ഇതൊന്നും പറഞ്ഞില്ലേ? എന്താ? അവൻ 24 മണിക്കൂറും ആ സ്കൂളിനുള്ളിൽ തന്നെ. ആ നിർമ്മലയുടെ? ഓ, എന്റെ സെക്രട്ടറി ഒന്നും പറഞ്ഞിരുന്നാ മതിയോ? 2 വർഷമായിട്ട് അവളുടെ കൃത്യം ദുബായിലല്ലേന്ന്. അതിന് നമ്മളെല്ലാവരും ശമ്പളം കൊടുത്തിട്ട് കൂർക്കയോടെ നിർത്തണം. എന്തായാലും അവനെ ഇവിടെ നിന്ന് തീറ്റിപ്പോറ്റാൻ പറ്റത്തില്ല. വേണ്ട, പറ്റത്തില്ല. എന്താ പറഞ്ഞേ? ടീച്ചറും ഗൂർക്കയും തമ്മിൽ അവിഹിതമൊന്നും? എന്താ കഥ എഴുതാൻ പോവാണോ? ആ കഥ ഇവിടെ കേൾക്കാൻ നിൽക്കുന്ന പോടി എവിടുന്ന്? മഞ്ഞണി മാമലയിൽ നിന്നൊരു മഞ്ഞ ഗൂർഖ. നിങ്ങളൊന്ന് ചുമ്മാ ഇരി മനുഷ്യ. ഒരു മനസമാധാനം ഇല്ല. അതിനിടയിലോ മഞ്ഞണി മാമല. കോളനിക്കാരുടെ സംരക്ഷണത്തിന് വേണ്ടി ആ കൂർക്ക ഇപ്പൊ പാല് കൊടുത്ത കൈക്ക് തിരിഞ്ഞു കുത്തിരിക്കുക. ആ മൂർക്കൻ. അങ്ങനെ കൂർക്കയുടെ ആവശ്യമില്ല. ഞങ്ങളെ വീടിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. കോളനിയിലെ സെക്രട്ടറിയാണ് ഞാൻ. നിങ്ങൾ വാങ്ങിക്കൊണ്ട് തിരിഞ്ഞു പോകണം. വന്നിരിക്കുന്നു തിരിഞ്ഞു. മര്യാദ ആരാ സംസാരിക്കുന്നത്?